കൊള്ളാം. കുഞ്ഞോളെ, ജീവൻ രക്ഷപ്പെട്ടെങ്കിലും നിനക്കെന്തോ മാരകമായ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിലേ നിന്നെ കൊല്ലാൻ നോക്കിയവളെ തന്നെ ശുശ്രൂഷയ്ക്ക് നിർത്തുവോ? രമേ വാ. അമ്മേ, എന്തോ ഒരു കളിയുണ്ടല്ലോ. അല്ലെങ്കിൽ രമാദേവിയുടെ സ്വഭാവം അത്ര പെട്ടെന്ന് മാറുമോ? ഇതെന്തോ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കളിയാ. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ഞാനല്ല മാഡം. മാഡത്തിന് വിഷം കലർത്തി തന്നത് ഞാനല്ല. എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല. എന്റെ ഗുരുവായൂരപ്പനാണ് ഞാൻ കൊണ്ടുവന്ന ജ്യൂസിൽ എങ്ങനെ വിഷം കലർന്നോന്ന് എനിക്കറിയില്ല. ചിന്നു പറയുന്നത് സത്യമാണ്. ചിന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളെ സംശയിക്കരുത്. എനിക്കറിയാം ഇത് ചെയ്തത് ഇവളല്ല എന്ന്. മാഡം, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. ഞാൻ ഒറ്റയ്ക്കും അവിടെ നിന്ന് ഇരിക്കട്ടെ. ചിന്നു എണീക്ക്. നമുക്ക് റൂമിലേക്ക് പോകാം. കുറച്ച് കഴിഞ്ഞ്. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഇരിക്കട്ടെ. ചിന്നു, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ചൂടുള്ളത് എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം. ഞാനിപ്പോ ചായ ഉണ്ടാക്കിക്കൊണ്ടുവരാം. സാറിന്റെ അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? വിഷം കൊടുത്ത് ഈ അവസ്ഥയിലാക്കിയവളോട് തന്നെ വീണ്ടും ചുടുവെള്ളം ആവശ്യപ്പെട്ടിരിക്കുന്നു. അതെ, അമ്മയുടെ രീതി ഇങ്ങനെയൊക്കെയാ. ഷീ ഈസ് സോ അൺപ്രെഡിക്റ്റബിൾ. ആശുപത്രിയിൽ നിന്ന് വന്നപ്പോഴേ നിങ്ങളുടെ പുന്നാര കുഞ്ഞോൾ ആകെ മാറിപ്പോയി. സത്യം. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോ ഉണ്ടായിരുന്ന രമാമായി അല്ല ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. അമ്മായിയുടെ വീറും വാശിയൊക്കെ ചോർന്നുപോയി. പഴയ രമാദേവിയുടെ നിഴല് മാത്രം ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. എന്തൊക്കെയോ ഇതിനിടെ നടന്നിട്ടുണ്ട്. അവളെ ഇവിടെ ഇങ്ങനെ നടക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അതെ, ഒരാള് തന്നെ ദ്രോഹിച്ചെന്നു തോന്നലുണ്ടായ തന്നെ അയാളെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയുന്ന ആളാ രമേച്ചി. ഇപ്പം വിഷം ചേർത്ത് ജ്യൂസ് നൽകി തന്നെ കൊല്ലാൻ ശ്രമിച്ച ചിന്നുവിനെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടിരിക്കുന്നു. അവൾക്കൊരു ചെറിയ ശിക്ഷ പോലെ രമേശ് കൊടുത്തിട്ടില്ല. എന്താണ് അവരുടെ മനസ്സിലിരിപ്പെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും ഇത്. രണ്ടുപേരും വെറുതെ മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കണ്ട. കുഞ്ഞോക്ക് വിഷം നൽകിയത് ചിന്നുവല്ല എന്നുള്ള കാര്യം മറ്റാരേക്കാരും നന്നായിട്ട് അറിയാവുന്ന കുഞ്ഞോക്ക. അത് ചെയ്തത് ചിന്നു അല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, അത് ചെയ്തത് ചിന്നുവല്ല, മറ്റാരുമാണ്. മറ്റാർക്കാണ് രമാമായിക്ക് വിഷം കൊടുക്കാൻ ധൈര്യം? ഒരു ഈച്ചയെ പോലും ഉപദ്രവിക്കാത്ത പെണ്ണ ചിന്നു. ശത്രുക്കളോട് പോലും അവൾ കരുണ കാണിക്കും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൾ മുഖത്ത് നോക്കി പറയും. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നേർക്ക് നേരെ ഒന്ന് ചെയ്യുകയും ചെയ്യും. എനിക്ക് അവളെ ഇഷ്ടമല്ലെങ്കിലും ഒരു കാര്യം സമ്മതിക്കാതെ തരമില്ല. ചിന്നു ചതിക്കില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും അവളെ ശത്രുവായി കാണുന്നുണ്ടല്ലോ.
നമ്മൾ കള്ളത്തരം ചെയ്യുന്ന ആളുകളായതുകൊണ്ട് നല്ലവരെ കാണുമ്പോൾ നമുക്ക് ചൊറിയും. മനസ്സിലായില്ലേ? എങ്കിൽ പിന്നെ വിഷം കൊടുത്തത് ആരായിരിക്കും? അത് ഈ വീട്ടിൽ താമസിക്കുന്ന അർജുനും മഹി ഒഴികെ മറ്റാര് വേണമെങ്കിലും ആവാം. ഇവിടെയുള്ള പല ആളുകളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് കുഞ്ഞോള. അതിലെ നീയും ഞാനും നമ്മുടെ മോളും ഐശ്വര്യയും ജയരാമനും എല്ലാം ഉൾപ്പെടും. ഏ ജയരാമേട്ടനോ? അളിയൻ അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. അളിയനടക്കം എല്ലാവരെയും നിയന്ത്രിക്കുന്നത് കുഞ്ഞോളായതുകൊണ്ട് കുഞ്ഞോളൊന്ന് വീണുപോയാലേ എല്ലാവർക്കും സ്വാതന്ത്ര്യവും സ്വന്തം കാര്യം നോക്കേണ്ട അവസരവും കിട്ടും. അതിനുവേണ്ടി ആർക്കും ഇത് ചെയ്യാം. നീയും ഞാനും ഇവളും സംശയത്തിന്റെ പട്ടികയിൽപ്പെടാം. മനസ്സിലായോ? രമേശിക്ക് ആരോഗ്യം വീണ്ടു കിട്ടിയാ പിന്നെ നമ്മുടെ കാര്യം കഷ്ടാവും. സംശയം തോന്നുന്നവരെ തേടി പിടിച്ച് തല്ലി കൊല്ലുന്നതിനോ ആ രമേശി. എന്തായാലും തന്നെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്നുള്ള വ്യക്തമായൊരു സൂചന കുഞ്ഞോക്ക് കിട്ടിയിട്ടുണ്ട്. അവളൊരു മണ്ടിയൊന്നുമല്ല. പക്ഷേ ഇവിടെ അവൾ ഓരോരുത്തരോടും മര്യാദയ്ക്ക് സംസാരിക്കുമ്പോഴും അവളുടെ കണ്ണുകളിൽ ആ പഴയ തീഷ്ണത ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒന്ന് സെറ്റിൽ ആവട്ടെ. എന്നിട്ട് ഞാൻ സൗകര്യം പോയി അവളോട് സംസാരിക്കാം. എന്തായാലും മനസ്സിലുള്ളത് അവൾ എന്നോട് തുറന്നു പറയാതിരിക്കില്ല. എന്താണ് അവളുടെ മനസ്സിലിരിപ്പെന്നും ഇനി എന്താണ് അവളുടെ ഭാവമെന്നും ഞാൻ അവളോട് സൗകര്യം പോലെ ചോദിച്ചോളാം. കൊള്ളാം. കുഞ്ഞോളെ, ജീവൻ രക്ഷപ്പെട്ടെങ്കിലും നിനക്കെന്തോ മാരകമായ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിലേ നിന്നെ കൊല്ലാൻ നോക്കിയവളെ തന്നെ ശുശ്രൂഷയ്ക്ക് നിർത്തുവോ?